प्यारे बच्चों, नमस्कार। हम पढ़ रहे थे मातृभूमि कविता। पिछली कक्षा में हम पहले 6 पंक्तियों का विस्तृत विश्लेषण किया था, कविता भी सुने थे। क्या हम अगली 12 पंक्तियां पढ़ें? सुनिए। में देखो, जिसके रिज में लोट लोट कर बैठे हुए हैं। रिज 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 का अर्थ क्या है? धूलि, मिट्टी, मिट्टी, മണ്ണ്. അപ്പോഴ് മാതൃഭൂമിയുടെ മണ്ണിൽ ഉരുണ്ടും കളിച്ചും ഒക്കെയാണ് നമ്മൾ വളർന്നത് അല്ലേ? ജിസ്കേ രജുമേ ലോട്ട് ലോട്ടക്ക് ബെഡേ ഹുയേ ഹേ. പിന്നെ എന്താണ്? ഖുഡനോങ്കെ ബെൽ സറക്ക് സറക്ക് ഖടേ ഹുയേ ഹേ. അപ്പോഴേ ലോട്ടിന എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? ലുഠക്കിന. ഇനിയോ സറക്കിന എന്ന് പറഞ്ഞാൽ എന്താണ്? രേങ്കിന. നോക്കിയത് ഖുഡനോങ്കെ ബെല് സറക്ക് സറക്ക്, മുട്ടിൻ്റെ ബലത്താൽ ഇഴഞ്ഞിഴഞ്ഞ്, സറക്ക് സറക്ക്. ഹം ഖടേ ഹോനെ ലായക്കനെ എന്ന് വെച്ചാൽ നമ്മൾ ജനിച്ച് വീഴുമ്പോൾ നമ്മളാരും എഴുന്നേറ്റ് നടക്കുക ഓടുകയൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോഴേ ആദ്യം ജനിച്ച് വീഴുന്ന കുഞ്ഞ് പിന്നെ ഉരുളുന്നു, പിന്നെ മുട്ടിലിഴയുന്നു, പിന്നീട് അത് പതുക്കെ പതുക്കെ പിടിച്ചു നിന്ന് പിന്നീടാണ് നടക്കാൻ ഒഴുകുന്നത് അല്ലേ? അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജിസ്കേ രജുമേ ലോട്ട് ലോട്ടക്ക് हम बैठे हुए हैं, घुटनों के बल സറക്ക് സറക്ക് ഖടേ ഹുയേ ഹേ. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു നടക്കാനുള്ള ശേഷി എവിടെ നിന്ന് കിട്ടുന്നു എന്നാണ് കവി പറയുന്നത്. നമ്മുടെ മാതൃഭൂമിയിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഈ നടക്കാനുള്ള, നമ്മളെ നമ്മളാക്കി മാറ്റുന്നത് ഈ മാതൃഭൂമിയുടെ മണ്ണാണ്. ഈ പഞ്ചഭൂതങ്ങളാണ് നമ്മളെ നമ്മളാക്കിയ. വളരെ ചെറിയൊരു കുഞ്ഞിൽ നിന്ന് നമ്മളുടെ ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെപ്പോലെ ഇങ്ങനെ കളിക്കാനും ചിരിക്കാനും ഓടാനും ഒക്കെ പറ്റുന്ന, ചിന്തിക്കാനും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്ന ആരാണ്? മാതൃഭൂമി തന്നെയാണ്. അതാണ് ആ പറഞ്ഞിരിക്കുന്ന 2 വരി. ജിസ്കേ രജുമേ ലോട്ട് ലോട്ടക്ക് ഹം ബെഠേ ഹുയേ ഹേ, ഖുഡനോങ്കെ ബൽ സറക്ക് സറക്ക് ഖടേ ഹുയേ ഹേ. ഇനി അതിനടുത്ത് 2 വരി നോക്കിയേ. परमहंस सम बाल्यकाल में सब सुख पाए, जिसके कारण धूल भरे हीरे कहलाए. परमहंस सम बाल्यकाल में सब सुख पाए. श्री रामकृष्ण परमहंस को तुम जानते हैं, वे कौन थे? वे भारत के परम आध्यात्मिक आचार्य हैं. उनको क्या कहते हैं? हीरे कहते हैं. वे कैसे हीरे बने, इसके बारे में उसके नीचे लिखा है. देखिए, 6 साल की आयु में एक दिन रामकृष्ण परमहंस खेतों में घूम रहे थे. अचानक उसकी दृष्टि बेगुलों की एक पंक्ति पर पड़ी, जो काली खड़ाओं की ओर उठ रहे थे. അപ്പോൾ ഒരു ദിവസം ശ്രീരാമകൃഷ്ണ പരമഹംസര്, അന്ന് ശ്രീരാമകൃഷ്ണനാണ് അല്ലേ? ശ്രീരാമകൃഷ്ണൻ വയലിൽ കൂടി ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് കാർമേഘമുള്ള മഴ പെയ്യാനായിട്ടൊരുങ്ങുന്ന ഒരു ദിനമാണ്. അപ്പോഴും ആ സമയത്ത് വെളുത്ത കൊക്കുകൾ ഇല്ലേ? കൊക്കുകളെ കാണാൻ നല്ല ഭംഗിയാണ്. അത് ആ ഒത്തിരി എണ്ണം ഒന്നിച്ച് പറക്കുന്ന ആ ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ വെളുത്ത കൊക്കുകളുടെ ഒരു നീണ്ട നിര
ആ ഒരു കറുത്ത മേഘങ്ങളെ കീറി മുറിക്കാൻ എന്നതുപോലെ ആ മേഘത്തിന് നേർക്ക് പറന്ന് പൊങ്ങുന്നു. എന്നിട്ട് എന്തുണ്ടായി? അച്ചാനക് ഉസ്കി ദൃഷ്ടി ബഗുലോങ്കി ഏക് പങ്ക്തി പർ പടി ജോ കാലി ഖടാവോങ്കി ഓർ ഉഠ് രഹേ ഥേ. അപ്പോഴേ ഇവിടെ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മളുടെ ഈ കൊക്കുകൾ അല്ലെങ്കിൽ ബഗുൽ എന്ന് പറയുന്നത് ആ ഒരു വെളുപ്പ് നിറം ജ്ഞാനത്തിനെ പ്രതിനിധീകരിക്കുന്നു, അറിവിനെ പ്രതിനിധീകരിക്കുന്നു. കാർമേഘത്തിൻ്റെ കറുപ്പ് ഇവിടെ അജ്ഞാനത്തിനെ അല്ലെങ്കിൽ അറിവില്ലായ്മയെ പ്രതിനിധീകരിക്കുന്നു. ഇവിടെ ശ്രീരാമകൃഷ്ണൻ്റെ യാത്രയാണ്. എന്തിലേക്ക്? ശ്രീരാമകൃഷ്ണ പരമഹംസരിലേക്കുള്ള മഹാനായ ആധ്യാത്മിക ആചാര്യനിലേക്കുള്ള ഈശ്വരനിൽ നിന്ന് കിട്ടുന്ന പരമാനന്ദത്തിലേക്കുള്ള ആ ഒരു യാത്രയാണ് അവിടെ നടക്കുന്നത്. നോക്കിയാൽ നിങ്ങൾ यह दृश्य देखकर ये बेहोश हो गए और उस बेहोशी में उन्हें अपरिमित खुशी और शांति का അനുഭവം हुआ. അപ്പോൾ ആ ഒരു ദൃശ്യം കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ശ്രീരാമകൃഷ്ണൻ ബോധമില്ലാതെ വീഴുന്നു. ആ ബോധരഹിതമായ അവസ്ഥയിൽ നിന്നും വീണ്ടും അദ്ദേഹം ബോധത്തിലേക്ക് വരുന്നത് എന്ന് പറയുന്നത് ആധ്യാത്മികമായ പരമാനന്ദത്തിലേക്ക്, പരമമായ ശാന്തിയിലേക്കാണ് അദ്ദേഹം ഉണർന്നെഴുന്നേൽക്കുന്നത്. इस आध्यात्मिक अनुभूति ने उनके जीवन को नई दिशा दी. അപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസരാക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അത്രയും വലിയൊരു മഹാത്മാവാക്കാൻ, ഒരു ആധ്യാത്മിക ആചാര്യനാകാൻ ഒക്കെ ആരോഗ്യവും പ്രചോദനവും ഒക്കെ നൽകിയത് എന്താണ്? നമ്മളുടെ മാതൃഭൂമിയുടെ മണ്ണാണ്, ഈ പഞ്ചഭൂതങ്ങളാണ് അല്ലേ? അപ്പോൾ അത് നോക്കിയേ. പരമഹംസ സമ ബാല്യകാലുമേ സബ് സുഖ പായേ. അപ്പോഴേ ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് ആ ഒരു കുട്ടിക്കാലത്ത് എങ്ങനെയുള്ള പരമാനന്ദമാണ് നമ്മളിവിടെ പറഞ്ഞു അല്ലേ? അദ്ദേഹം ആ ഒരു ബോധാവസ്ഥയിൽ നിന്നും ഈശ്വരീയമായ പരമമായ ആനന്ദത്തിലേക്ക്, പരമമായ ശാന്തിയിലേക്കാണ് അദ്ദേഹം ഉണർന്നെഴുന്നേറ്റത് എന്ന് പറഞ്ഞു. അതേപോലെയുള്ള പരമമായ ആനന്ദം നമ്മളും അനുഭവിച്ചു. എപ്പോഴാണ്? ബാല്യകാലമേ ഹം ഈസ് മിട്ടി മേ ജബ് अपने आप को खोलकर खेले कूदे, उस समय हमें वही परमानंद मिला जो श्री रामकृष्ण परमहंस को प्राप्त हुए. अत्र क्लियर आयो? नोट നോക്കിയത്. പരമഹംസ സമ ബാല്യകാലുമേ സബ് സുഖ പായേ. അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, ആധ്യാത്മിക ആചാര്യനായി മാറിയപ്പോഴാണ് അദ്ദേഹം എന്തായി മാറിയത്? അദ്ദേഹം എന്തായി അറിയപ്പെട്ടത്? ഹീര എന്നറിയപ്പെട്ടത് അല്ലേ, രത്നം എന്നറിയപ്പെട്ടത്. അതേപോലെ തന്നെ ഈ മണ്ണിൽ കളിച്ച് വളർന്ന് നമ്മളായി മാറിയപ്പോൾ നമ്മൾ എങ്ങനെ അറിയപ്പെടുന്നു? മണ്ണു പുരണ്ട രത്നങ്ങളായിരുന്നു. ആ ബാല്യകാലത്ത് ആ പരമാനന്ദം അനുഭവിച്ച ആ നിമിഷങ്ങളിൽ നമ്മളെ എന്തു വിളിച്ചു? മണ്ണു പുരണ്ട രത്നങ്ങളില്ലേ? നിങ്ങളുടെ അമ്മമാരൊക്കെ നിങ്ങളെ എപ്പോഴും വിളിക്കത്തില്ലേ? മുത്തേ, പൊന്നെ, തേനെ എന്നൊക്കെ. ആ മണ്ണു പുരണ്ട രത്നങ്ങളാവുകയാണ് നിങ്ങളല്ലേ. ഈ മാതൃഭൂമി നിങ്ങളെ എന്താക്കി മാറ്റുന്നു? ഹീരാ ബനാത്തെ ഹേ. अपने मिट्टी से, अपने जलवायु से वे हम सबको हीरा बनाते हैं. അത് ക്ലിയർ ആയല്ലോ? ആ 2 വരി. ആ 4 വരി നമുക്കൊന്നുകൂടെ നോക്കാം. जिसके रिजु में लोट लोट कर बड़े हुए हैं, घुटनों के बल सरक सरक कर खड़े हुए हैं, परमहंस सम बाल्यकालों में सब सुख पाए, जिसके कारण धूल भरे हीरे कहलाए. मातृभूमि की मिट्टी में हम लुढ़क लुढ़क कर बड़े हुए और घुटनों के बल रेंग रेंग कर खड़े होना सीखा. പിന്നെ എന്താണ്? बाल्यकाल में इस मिट्टी में खेलते कूदते हम जो परमानंद प्राप्त किए, उस परमानंद श्री रामकृष्ण परमहंस को प्राप्त हुए परमानंद के समान थे.
അല്ലേ? നമുക്ക് അന്ന് കിട്ടിയ പരമാനന്ദം എന്തിന് തുല്യമായിരുന്നു? ശ്രീരാമകൃഷ്ണ പരമഹംസക്ക് കിട്ടിയ ആധ്യാത്മികമായ അനുഭൂതിക്ക് തുല്യമായിരുന്നു. हम इस मिट्टी में खेलते कूदते ധൂൾ ഭരേ ഹീരേ കഹലായെ. ആധ്യാത്മികമായ അനുഭൂതി കിട്ടിയ, ആധ്യാത്മികമായ പരമാനന്ദവും പരമമായ ശാന്തിയും നേടിയ നമ്മുടെ ആധ്യാത്മിക ആചാര്യനായ ശ്രീരാമകൃഷ്ണ പരമഹംസര് ഹീര എന്നറിയപ്പെട്ടെങ്കിൽ ഈ ബാല്യകാലത്ത് എല്ലാവിധ സുഖങ്ങളും എല്ലാവിധ സന്തോഷങ്ങളും ഈ മാതൃഭൂമിയിൽ നിന്ന് നേടിയ നമ്മളും എന്തായി അറിയപ്പെടുന്നു? മണ്ണു പുരണ്ട ഹീര രത്നം എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ അത്രയൊന്ന് ക്ലിയർ ആയി നിങ്ങൾക്ക്? അത്രയും നോക്കിയേ, അത്രയും വായിച്ചു നോക്ക്. സുനിയെ सुना? देखिए, हम खेले कूदे हर्षयुत जिसकी प्यारी गोद में. हम मातृभूमि की प्यार भरी गोद में ഹർഷോന്മത്ത ഹോക്കർ ഖേലേ കൂതെ. അല്ലേ? നമ്മൾ മാതൃഭൂമിയുടെ സ്നേഹാത്രമായ മടിത്തട്ടില് ഹർഷോന്മത്തരായി ആനന്ദചിത്തരായി എല്ലാം മറന്ന് കളിച്ച് ഉല്ലസിച്ചു. അല്ലേ? ഹം മാതൃഭൂമിക്ക് പ്യാർ ഭരി ഗോദമേ ഹർഷോന്മത്ത ഹോക്കർ ഖേലെ കൂതെ. हे मातृभूमि तुझको निरख मग्न क्यों न हो मोह में. कवि यहाँ पूछते हैं या कहते हैं, हम तुझे देखकर आनंद में मग्न हो जाते हैं, हम आनंद विभोर हो जाते हैं. हे मातृभूमि तुझे देखकर हम आनंद विभोर हो जाते हैं, आनंदमग्न हो जाते हैं. രണ്ടുപേരും നോക്കിയത്. हम खेले कूदे हर्षयुत, हर्षयुत ഹർഷോന്മത്ത്. ഖേലേ കൂതേ, ഖേലന കൂതിന ഓടിക്കളിക്കുക. അല്ലേ? हम हर्षोन्मत्त होकर खेले कूदे. कहाँ खेले कूदे? भारत भूमि की प्यार भरी गोद में खेले कूदे. हम खेले कूदे मातृभूमि की प्यार भरी गोद में खेले कूदे. हे मातृभूमि तुझको निरख. निरखना എന്താണ്? निरखना, देखना. निरखना का अर्थ क्या है? देखना. हे मातृभूमि तुझको देखकर हमारा मन आनंद विभोर हो जाते हैं, मग्न क्यों न हो मोद में. हमारा मन आनंद में मग्न हो जाते हैं. मोद आनंद खुशी, मोद में मग्न हो जाते हैं. मग्न क्यों न हो मोद में. എന്തുകൊണ്ട് ആനന്ദത്തിൽ മുഴുകണ്ടേ അല്ലെങ്കിൽ ആനന്ദത്തിൽ ഞങ്ങളുടെ ഹൃദയം മുഴുകുന്നു. അല്ലയോ അമ്മേ, നിന്റെ മടിത്തട്ടിലാണ് ഞങ്ങൾ ഹർഷോന്മത്തരായി
ഓടിച്ചാടി കളിച്ച് വളർന്നത്. നിന്നെ കാണുമ്പോൾ ഞങ്ങളുടെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയുന്നു, പരമാനന്ദത്താൽ നിറയുന്നു. അതാണ് ആ രണ്ടുപേരെയും നോക്കിയേ. हम खेले कूदे हर्षयुत, हम भारत भूमि की मिट्टी में हर्षोन्नत होकर खेले कूदे. मातृभूमि को देखकर हमारा मन आनंद से भर जाते हैं या हम आनंद विभोर हो जाते हैं. क्लियर आयो? सुनिए पाठों कहते അത്രയും നോക്കാം നമുക്ക്. ഓക്കെ. हम खेले कूदे हर्षयुत जिसकी प्यारी गोद में, हे मातृभूमि तुझे निरख तुझको निरख മഗ്നക്യോം നഹോ മോദമേ. അത്രയാണ് നമ്മൾ പറഞ്ഞു തരട്ടെ അല്ലേ? ഓക്കെ. പാക്കർ തുച്ഛസെ സഭി സുഖോങ്കോ हमने भोगा, पाकर तुझसे सभी सुखों को हमने भोगा. हम यहाँ जितना भी सुख पाते हैं അല്ലേ, നമ്മൾ ഈ ഭൂമിയിൽ എന്തുമാത്രം സുഖം നേടുന്നുവോ, हम इस पृथ्वी में जितना सुख पाते हैं वो सब किसका दिया हुआ है? मातृभूमि की ही देन है അല്ലേ. നമ്മൾ എന്തൊക്കെ സുഖങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് നേടുന്നുണ്ടോ അതെല്ലാം ആരാണ് നമുക്ക് നൽകുന്നത്? മാതൃഭൂമി തന്നെയാണ് നമുക്ക് നൽകുന്നത്. तेरा प्रत्युपकार कभी क्या हमसे होगा. വന്നാ രണ്ടുപേരും ഒന്നുകൂടെ നോക്കിയാൽ നിങ്ങൾ. पाकर तुझसे सभी सुखों को हमने भोगा, तेरा प्रत्युपकार कभी क्या हमसे होगा. हे मातृभूमि हम जितना सुख यहाँ से पाते हैं वो सब आपके ही देन है. क्या हम इसका प्रत्युपकार कर सकते हैं? क्या हमें इसकी क्षमता है? प्रत्युपकार करने की क्षमता है അല്ലേ. നമ്മളുടെ അമ്മമാര് നമുക്ക് വേണ്ടിയിട്ട് വളരെയേറെ കഷ്ടപ്പെടുന്നില്ലേ. ഓരോ അമ്മയുടെയും ജീവിതം മക്കൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കപ്പെട്ടതാണ്. അതേപോലെ മാതൃഭൂമിയുടെ മണ്ണും വായുവും ജലവും മാതൃഭൂമിയിലെ പഞ്ചഭൂതങ്ങളാണ് നമ്മളുടെ ഈ ശരീരം അല്ലേ. നമ്മളുടെ ഓരോ കളിയും ചിരിയും നമ്മളുടെ ഓരോ ഉയർച്ചയും വളർച്ചയും എന്താണ്? ഈ മാതൃഭൂമി നൽകിയതാണ്. അപ്പം അങ്ങനെയുള്ള മാതൃഭൂമിക്ക്, അങ്ങനെയുള്ള മാതാവിന് തിരിച്ച് ഒരു പ്രത്യുപകാരം ചെയ്ത് നമുക്ക് ആ കടം അങ്ങ് വീട്ടിൽ കളയാമെന്ന് വിചാരിച്ചാൽ നമ്മളെ കൊണ്ട് ഒക്കുവോ? ഒരിക്കലും സാധിക്കില്ല അല്ലേ. जननी और जन्मभूमि इसने जो कुछ हमें दिया है उसका प्रत्युपकार करने की क्षमता हमें नहीं है അല്ലേ. അമ്മയും മാതൃഭൂമിയും നമുക്കായി ചെയ്ത നന്മകൾക്കൊക്കെ പ്രത്യുപകാരം നമ്മൾ എത്രയേറെ പ്രത്യുപകാരം ചെയ്താലും അതൊന്നും അവർ നൽകിയ നന്മകൾക്ക്, അവർ നൽകിയ ഉപകാരങ്ങൾക്ക്, അവർ നമുക്കായി ചെയ്ത കാര്യങ്ങൾക്ക് തുല്യമാകില്ല. രണ്ടുപേരും നോക്കി നിങ്ങൾ. पाकर तुझसे सभी सुखों को हमने भोगा, तेरा प्रत्युपकार कभी क्या हमसे होगा. इस पृथ्वी में हम जितने सुख पाए वो सब मातृभूमि की ही देन है.
हम जितना भी करे, जो भी करे, इसका प्रत्युपकार नहीं हो सकता, या मातृभूमि की देन के बदले कुछ देने की क्षमता हमें नहीं है. ക്ലിയർ ആയല്ലോ? ഒന്നൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾ ആ 2 വരി വായിക്കാം. വായിച്ചോ? അടുത്ത 2 വരിയിലേക്ക് പോകാം. നോക്കിയേ, ആ 2 വരി നോക്കിയാൽ നിങ്ങൾ. तेरी ही यह देह तुझी से बनी हुई है. तेरी ही यह देह तुझी से बनी हुई है. हे मातृभूमि, ये शरीर तेरे द्वारा दी हुई है. हे मातृभूमि, यह शरीर आपके पंचभूतों से बनी है. ये शरीर किससे बनी है? आपके पंचभूतों से, आपकी मिट्टी से, जलवायु, आकाश, हवा से बनी हुई है. അല്ലേ? അല്ലയോ മാതൃഭൂമി, ഈ ശരീരം നീ ഞങ്ങൾക്ക് നൽകിയതാണ്. നോക്കിയ ആ ഒരു വരി നോക്കിയേ. तेरी ही यह देह, यह शरीर आपका ही है, तेरा ही है. तेरी ही यह देह तुझी से बनी हुई है. पंचभूतों से बनी यह शरीर तेरे द्वारा ही दी है. तेरी ही यह देह तुझी से बनी हुई है. बस तेरे ही സുരസ സാരസേ സനി ഹുയി ഹെ. സന്ന എന്താണ്? നനയുക എന്നാണ് സന്നയുടെ മീന്. സുരസ സാര, സുരസ്, അച്ഛാരസ് അല്ലെങ്കിൽ അമൃതം എന്ന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാം അല്ലേ. സാര, സത്ത്, സുരസ സാര, അമൃതധാര. ഹേ മാതൃഭൂമി, हमारा यह शरीर आपकी अमृत धारा से सनी हुई है. हमारा यह शरीर आपकी अमृत धारा से सनी हुई है. ആ 2 വരി നോക്കേ. तेरी ही यह देह तुझी से बनी हुई है. हमारा यह शरीर तुझी से बनी हुई है, पंचभूतों से बनी हुई है. और फिर वे क्या कहते हैं? तेरी ही सुरस सार से सनी हुई है. हे मातृभूमि, हमारा यह शरीर आपकी मिट्टी, जलवायु, आकाश, हवा सबसे बनी हुई है. और इस शरीर में जीवन कैसे मिली है? आपकी अमृत धारा से सनने के कारण हमें जीवन दान मिले है. हमें जीवन दान इसलिए मिलेगी, आपकी अमृत धारा से हमारा शरीर सनी हुई है. അപ്പോൾ എന്താണ് പറഞ്ഞത്? നമ്മളുടെ ഓരോരുത്തരുടെയും ഈ ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് അല്ലേ. ഈ പഞ്ചഭൂതം എവിടെ നിന്ന് വന്നതാണ്? അത് മാതൃഭൂമിയുടെ അംശമാണ് അല്ലേ. ആ മാതൃഭൂമിയുടെ അംശമായ നമുക്ക് ജീവനേകിയിരിക്കുന്ന എന്തുകൊണ്ടാണ്? മാതൃഭൂമിയുടെ അമൃതധാര കൊണ്ടാണ് നമുക്ക് ജീവനേകിയിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പഞ്ചഭൂതങ്ങൾ നിർമ്മിതമായ ശരീരത്തെ എന്തുകൊണ്ട് നനച്ചിരിക്കുന്നു? സുരസ സാരസെ സനി ഹുയി ഹെ. അപ്പോൾ 2 വരി ക്ലിയർ ആയോ? ഒന്നുകൂടെ നോക്കിയേ. तेरी ही यह देह तुझी से बनी हुई है. हे मातृभूमि, ये शरीर, हमारा यह शरीर तेरी ही है, और यह तुझी से बनी हुई है. और तेरी ही सुरस सार से, सुरस अच्छा रस, इसे हम अमृत भी कह सकते हैं.
सारसत, हम हमारे शरीर अमृत धारा से या सुरस सार से सनी हुई है. അപ്പോൾ ആ ഒരു രണ്ടുപേരും നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഒന്നൊന്ന് വായിച്ചു നോക്കിയേ. ആ വേർഡ് മീനിങ് കൂടെ നോക്കണം. സുരസസാര്, പിന്നെ എന്താണ് സുരസസാര്, അമൃതധാര, പിന്നെ ഒരു വാക്കുകളുണ്ടല്ലോ അതിനകത്ത്, ഇല്ല, ആ ഒരു വാക്കേ ഉള്ളൂ. നമുക്ക് അടുത്ത വരികളിലേക്ക് പോകാം. ഈ പുസ്തകത്തിൽ നോക്കിയേ. फिर अंध समय तू ही इसे अचल देख अपनाएगी. जब हमारी मृत्यु हो जाएगी हमारा शरीर अचल हो जाएगा. അല്ലേ? അപ്പോഴേ നമ്മൾ മരിച്ചു കഴിയുമ്പോഴേ നമ്മളുടെ ശരീരത്തിന് ചലനം ഉണ്ടാവുമോ? ഇല്ല. ആ മരിച്ചു കഴിഞ്ഞ ശരീരം ആരെങ്കിലും സൂക്ഷിച്ചു വെക്കുമോ? ഇല്ല. അത് മണ്ണിലേക്ക് തന്നെ നമ്മൾ സംസ്കരിക്കുന്നു. അല്ലേ? അപ്പോൾ അതാണ് പറഞ്ഞത്. फिर अंध समय तू ही इसे अचल देख अपनाएगी. जब हमारी मृत्यु हो जाएगी हमारे इस मृत शरीर को हे मातृभूमि तू ही अपनाएगी, अपना बनाएगी या तू ही अपने में समाएगी. അല്ലേ? അപ്പോഴേ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ മൃതശരീരം അലയോ അമ്മേ നീ തന്നെ നിന്നിൽ അലിയിക്കുന്നു, അല്ലെങ്കിൽ നീ തന്നെ സ്വന്തമാക്കുന്നു. തൂഹി അപ്പനായേഗി, തൂഹി അപ്പനേമേ സമായേഗി. ഹേ മാതൃഭൂമി യഹ് അന്തമേ തുഛുമേ മിൽ ജായേഗി. ഹേ മാതൃഭൂമി യഹ് അന്തമേ തുഛുമേ ഹി മിൽ ജായേഗി. അല്ലയോ മാതൃഭൂമി, അവസാനം മണ്ണിൽ നിന്ന് വന്ന ഞങ്ങൾ മണ്ണിലേക്ക് തന്നെ മടങ്ങുന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഈ ശരീരം അലയോ മാതൃഭൂമി നിന്നിൽ തന്നെ ലയിച്ച് മണ്ണായി തീരും. അല്ലേ? ആ രണ്ടുപേരും ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഫിർ അന്ത സമയ तू ही इसे आचल देख अपनाएगी. जब हमारी मृत्यु हो जाएगी तब हे मातृभूमि तू ही इसे आचल देख അപ്പനേമേ സമായകി യാ അപ്പനായകി. എപ്പോഴാണോ നമുക്ക് മരണം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ആ ശരീരത്തിന് പിന്നെ ആർക്കും ആവശ്യമില്ലാത്ത വരുന്ന ഒരവസ്ഥ, അല്ലേ? ആർക്കും അത് പിന്നീട് സ്വന്തമാക്കണമെന്ന് തോന്നാത്ത ഒരവസ്ഥ, ആ ഒരു അവസ്ഥയാണ് മരണത്തിന് ശേഷമുള്ള അവസ്ഥ. അല്ലേ? ആ മരിച്ചു കഴിഞ്ഞ ആ ഒരു മൃതശരീരം അപ്പോഴും അത് ആര് വേണ്ടെന്ന് വെക്കുന്നില്ല, അതും സ്വന്തം മാറിലേക്ക് ഏറ്റുവാങ്ങുകയാണ് മാതൃഭൂമി ചെയ്യുന്നത്. അല്ലേ? अचल देख अपनाएगी. हे मातृभूमि यह अंधमें तुझ में ही मिल जाएगी. हे मातृभूमि पंचभूतों से निर्मित हमारा शरीर आप में ही अंत में विलीन हो जाएगी. ले മണ്ണാൽ നിർമ്മിതമായ നമ്മുടെ ശരീരം അവസാനം മണ്ണിലേക്ക് തന്നെ മടങ്ങുന്നു, അല്ലെങ്കിൽ മണ്ണിൽ തന്നെ ലയിച്ചു ചെയ്യുന്നു. അപ്പോൾ അത് അത്രയും ക്ലിയർ ആയി നിങ്ങൾ ഒന്നുകൂടെ വായിച്ചേ. ആ വേർഡ് മീനിങ് ഒന്ന് നോക്കാം നമുക്കൊന്നുകൂടെ. എന്തൊക്കെയായിരുന്നു ആ വേർഡ് മീനിങ്? ഇവിടെയല്ലേ നമ്മൾ തുടങ്ങിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ ആത്മസമർപ്പണം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. പിന്നീട് നമ്മളിവിടെ തുടങ്ങിയത് രജ ധൂളി മണ്ണ്, അല്ലേ? രജ ധൂളി മിട്ടി മണ്ണ്. ലോട്ടുക്ക ലുഠക്കുക ഉരുളുക എന്നുള്ള മീനിങ്, ഹാവിങ് റോൾഡ്. സറക്കിന രേങ്കിന ടു ക്രോൾ ഇഴയുക. നിരഖിന ദേഖിന നോക്കുക. മോദ് ഹർഷ സന്തോഷം. സന്ന ധുൾന നനയുക. അപ്പോൾ ആ വേർഡ് മീനിങ് നന്നായിട്ട് നമ്മളൊന്ന് പഠിക്കും. പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ആസ്വാദന ടിപ്പണി എഴുതും. അല്ലേ?
നമ്മളിപ്പം ആ കവിത ഫുള്ളായിട്ടുണ്ട്. കവിതയുടെ മുഴുവനായിട്ടുള്ള ആ സ്വാതന്ത്ര്യപ്പണി എഴുതണം. പിന്നെ അതിനകത്തുനിന്ന് നമ്മൾ എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം നോക്കിയാൽ നിങ്ങൾ. हम कहाँ खेले कूदे, हम ഹർഷോന്മത്ത ഹോക്കർ കഹാം ഖേലെ കൂടെ. എവിടെയാണ് നമ്മൾ കളിച്ചത്? മാതൃഭൂമിക്ക് പ്യാർ ഭരി ഗോദ്. हम किसको देखकर आनंद विभोर हो जाते हैं? मातृभूमि को देखकर आनंद विभोर हो जाते हैं. हम कहाँ से सभी सुखों को पाकर होगा? मातृभूमि से सभी सुखों को पाकर होगा. हमारा यह शरीर किससे बनी हुई है? मातृभूमि से. किसकी अमृत धारा से, सुरस सार से सनी हुई है? मातृभूमि की. और जब हमारी मृत्यु हो जाएगी, हमारे मृत शरीर कौन अपनाएगी? मातृभूमि अपनाएगी. हम अंत में कहाँ मिल जाएंगे? मातृभूमि में, मातृभूमि की मिट्टी में मिल जाएंगे. ക്ലിയർ ആയല്ലോ അത്രയും? അപ്പോൾ ആ സ്വാതന്ത്ര്യപ്പണി എഴുതുക, കവിയെക്കുറിച്ച് നന്നായിട്ടൊന്ന് പഠിക്കുക. ആ കവിയുടെ ജീവൻ വൃത്തം നമുക്ക് എഴുതേണ്ടി വരും. നമുക്കറിയാമല്ലോ, ലൈനായിട്ട് തന്നിട്ട് അതിനെ നമ്മൾ ജീവൻ വൃത്ത പാരഗ്രാഫാക്കി എഴുതും. പിന്നെ സാരാംശം ചോദിക്കാം, കവിതയുടെ ഒരു ഭാഗം തന്നിട്ട് അത് ആസ്വാദനപ്പണി ലിഖിയെന്നും പറഞ്ഞ് ചോദിക്കും. അപ്പോൾ ആസ്വാദനപ്പണി നമ്മൾ എഴുതുമ്പോൾ ആദ്യം കവിയുടെ ഒരു കവി പരിചയം, പിന്നെ കവിത ഏത് കാലഘട്ടത്തിലാണെന്ന് എഴുതും, പിന്നെ കവിതയുടെ വിശ്ലേഷണം എഴുതും, പിന്നെ നമ്മുടെ ഒരു കൺക്ലൂഷൻ എഴുതും. അത്രയുമാണ് നമ്മൾ ആസ്വാദനപ്പണിക്കകത്ത് ഉൾക്കൊള്ളുന്നത്. പിന്നെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ ആൻസറുകൾ, അത്രയൊക്കെ ഈ ഒരു കവിതയിൽ നിന്ന് നമ്മൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് പഠിക്കണം, ആസ്വാദനപ്പണി എഴുതി എന്നെ കാണിക്കണം. ശരി, ഓക്കെ.